യോഗി ആദിത്യനാഥിൻ്റെ ഒരു $1 മില്യൺ പ്രസ്താവന ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. യോഗി ആദിത്യനാഥ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്താണിപ്പോൾ യോഗി ആദിത്യനാഥ് പറയുന്നത്? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് യോഗിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. യമരാജനെ കാണണമെങ്കിൽ മാത്രം ഒരു സ്ത്രീയുടെ മേൽ കൈവച്ച് നോക്കൂ എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മേൽ കൈവയ്ക്കുന്നവനെ തട്ടിക്കളയും എന്നാണ് യോഗി ആദിത്യനാഥ് ഭീഷണി മുഴക്കുന്നത്. ബുധനാഴ്ച ലോക് ഭവൻ സഭകരിൽ വെച്ച് ഉജ്ജ്വല യോജനയിലെ യോഗ്യരായ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സൗജന്യ സിലിണ്ടർ റീഫില്ലുകൾ സമ്മാനിച്ചു. ഈ അവസരത്തിൽ റീഫിൽ തുക സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അയച്ചു. വേദിയിലിരുന്ന 10 സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി റീഫിൽ തുക പ്രതീകാത്മകമായി നൽകി. ഇതിനു പുറമെ ഉജ്ജ്വല യോജനയിലെ 1.86 കോടി ഗുണഭോക്തൃ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് മുഖ്യമന്ത്രി യോഗി മൊത്തം 1500 കോടി സബ്സിഡി നിക്ഷേപിക്കുകയും ചെയ്തു. ദരിദ്ര സ്ത്രീകളുടെ ആരോഗ്യവും ജീവിതശൈലിയും മെച്ചപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രി യോഗി ഊന്നൽ കൊടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. എന്തായിരുന്നാലും 2014 മുമ്പ് പാവപ്പെട്ട സ്ത്രീകൾ വിറകും കൽക്കരിയും ഉപയോഗിച്ചാണ് പാചകം ചെയ്തിരുന്നത്. ഇത് അവരുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചുവെന്നും ആജീവനാന്ത ചികിത്സ ആവശ്യമായി വന്നുവെന്നും ചടങ്ങിൽ സംസാരിച്ച യോഗി പറയുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ദരിദ്രർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ചു. ഇത് സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തിയെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. ക്രമസമാധാന പരിപാലനത്തിനെ കുറിച്ചെത്തിയപ്പോഴാണ് യോഗിയുടെ $1 മില്യൺ പ്രസ്താവന വന്നത്. സ്ത്രീകളുടെ മേൽ കൈവയ്ക്കുകയാണെങ്കിൽ കൈവച്ചുകൊള്ളൂ, പക്ഷേ യമരാജനെ കാണണമെങ്കിൽ മാത്രം സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ മതി എന്നാണ് യോഗി പറയുന്നത്. ഇനി സ്ത്രീകളുടെ മേൽ കൈവയ്ക്കുന്നവനെ അങ്ങ് കാലപുരിയിലേക്ക് പറഞ്ഞയക്കുമെന്ന് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി പറയുകയാണ്. അതായത് സ്ത്രീകളുടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല തട്ടിക്കളയുമെന്ന് പറയാൻ ഉള്ള ധൈര്യം എത്ര മുഖ്യമന്ത്രിമാർക്കുണ്ട്? നമ്മുടെ കേരളത്തിലൊക്കെ സുഡാപ്പികൾ നിരന്തരം പറയുന്ന കാര്യമാണ്. ഈ പീഡന കേസൊക്കെ വരുമ്പോൾ ഇവരെ കൊന്നുകളയണം, ഇവരെ സൗദി അറേബ്യയിലെ പോലെ വധശിക്ഷയും നടപ്പാക്കണം, ഇവരെ തിന്നുകൊടുക്കാനായി വിടരുത് എന്നൊക്കെയാണ്. യോഗിയുടെ ഈ നിലപാടിനെ ഇവിടെ എത്ര പേർ അംഗീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.